ഏവർക്കും നമസ്കാരം. 2024-2025 അധ്യയന വർഷത്തെ എക്സാമിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ലോഗിനിൽ പ്രവേശിക്കുക. അഡ്മിൻ എന്ന് തുടങ്ങുന്ന യൂസർ നെയിം ഉള്ളതാണ് ലോഗിൻ. ലോഗിനിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം ഡേറ്റ എൻട്രി യൂസറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനായി നമുക്കിവിടെ ഡേറ്റ എൻട്രി യൂസേഴ്സ് എന്നുള്ള ആ ഒരു ഐക്കൺ കാണാം. ഈ വർഷത്തെ ഒരു പ്രത്യേകത, മുൻ വർഷങ്ങളിലൊക്കെ തന്നെ പുതുതായിട്ടുണ്ടായ ഈ ഒരു എക്സാം പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന യൂസറുകൾ മാറുമായിരുന്നു. ഈ വർഷം ആ ഒരു യൂസർ നിലനിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ യൂസർ പോയേക്കും എന്നുള്ള ധാരണയിൽ ഈ വർഷം ഞാൻ ചെയ്തിരുന്നത്, മറ്റൊരു യൂസർ നെയിം ഉണ്ടാക്കിയിട്ട് ആ യൂസർ നെയിമിലായിരുന്നു 10ൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. 10C യുടെ പ്രവർത്തനങ്ങൾ സ്കൂൾ കോഡ് _ 10C പോയേക്കും എന്നുള്ള കാഴ്ചപ്പാടിൽ 10C1 എന്ന പേരിലുള്ള ഒരു യൂസറിലാണ് 10C യുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാസ് അവിടെ നിന്നും മാറ്റിയെങ്കിലാണ് ഈ സ്കൂൾ കോഡ് _ 10C എന്നുള്ള ക്ലാസ്സിൽ ഈ ക്ലാസ് കൊടുക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. മറ്റേതെങ്കിലും യൂസറിൽ അങ്ങനെ ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയെങ്കിലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് എഡിറ്റ് അലൗഡ് ക്ലാസ് എന്നുള്ളത് ക്ലിക്കിന് ശേഷം ഇവിടെ കാണാം 10C1 എന്ന പേരിലുള്ള ആ ഒരു യൂസറിലാണ് ഈ ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അതവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി യഥാർത്ഥത്തിലുള്ള ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിലുള്ള ക്ലാസ്സിൽ ഒരു ക്ലാസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. യൂസറുകൾ ഇങ്ങനെ നോക്കിയെടുക്കാം. അല്ലെങ്കിൽ Ctrl+F ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സെർച്ച് ചെയ്യാനുള്ളൊരു ബോക്സ് കിട്ടും. സ്കൂൾ കോഡ് _ 10C ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മളെ യൂസർ വേണ്ടത് എന്ന് സ്പെസിഫിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് _ 10C എന്നുള്ള ആ ഒരു യൂസർ എടുത്തു. അതിൻ്റെ വലതുഭാഗത്ത് കാണുന്ന എഡിറ്റ് അലൗഡ് ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് 10C എന്ന ഡിവിഷൻ തന്നെ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒഴിവാക്കിയത് കൊണ്ടാണ് ഈ യഥാർത്ഥ യൂസറിലേക്ക് ഇപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയത്. ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, അവിടെ ക്ലാസ് ടീച്ചറിൻ്റെ പേര്, കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചറിൻ്റെ പേരാണ് അവിടെയുള്ളത്. അത് ഒന്ന് മാറ്റി പുതിയ ക്ലാസ് ടീച്ചറിൻ്റെ പേര് കൊടുക്കണം. അതിനുവേണ്ടി ആ യൂസറിലേക്ക് വീണ്ടും വരികയാണ്. യൂസറിലേക്ക് വരുന്നു. ആ യൂസറിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ചേഞ്ച് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ പാസ്വേഡ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്നും ലോഗൗട്ട് ചെയ്യാം. ലോഗൗട്ട് ചെയ്തതിന് ശേഷം അതായത് ക്ലാസ് യൂസറുകളിലേക്ക് പ്രവേശിക്കാം. പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോഗിൻ ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിയാൽ യൂസർ പ്രൊഫൈൽ എന്ന് കാണാം. യൂസർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് അധ്യാപകൻ്റെ പേരാണ് ഇവിടെ ഉള്ളത്. ആ പേര് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനുണ്ട്. ഈ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് കിടക്കുന്ന പേരാണ് മാറ്റി പുതിയ ക്ലാസ് ടീച്ചറിൻ്റെ പേര്, അതുപോലെ ഇമെയിലും അവിടെ കമ്പൽസറി ആയിട്ട് നൽകി. അതിനുശേഷം അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ആ ക്ലാസ് ടീച്ചറിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമതായി ചെയ്യേണ്ടത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലാസ് ഡിവിഷൻ നമുക്ക് തന്നെ കൃത്യമാണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ക്ലാസ് ടീച്ചറിൻ്റെ പേര് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലാസും ഡിവിഷനും ഈ സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികളുടെ എണ്ണം കൃത്യമാണോ, ഡിവിഷൻ അതുതന്നെയാണോ വന്നിരിക്കുന്നത്. 10C എന്ന ക്ലാസ്സാണ്, ക്ലാസ് ടീച്ചറിൻ്റെ പേരും കൃത്യമാണ്. ഇത് രണ്ടും ശരിയാണ് എന്ന് ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി. അതിനുശേഷം നമുക്കിവിടെ കാണാം എക്സാം എന്ന ഐക്കൺ. ഇത് രണ്ടും കൃത്യമായി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് എക്സാം എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം നിർബന്ധമായും ഈ എക്സാം എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇവിടെ കാണാം ക്ലാസ് ടീച്ചറിൻ്റെ പേരും കൃത്യമായിട്ട് ഒന്നുകൂടി നമുക്ക് കാണാം. ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി ഓക്കെയാണ്. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ക്ലാസ് ടീച്ചറിൻ്റെ പേര്, അതുപോലെ യൂസർ നെയിമും ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം. ഈ ഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇത്തരം പേജ് കാണാൻ മാത്രമാണ് പറ്റുക. ഇത് നിർബന്ധമായിട്ടും ചെയ്യുകയും വേണം. ഇത്തരത്തിൽ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും ലോഗിൻ ചെയ്ത് എക്സാമിൻ്റെ ഈ ഒരു വിൻഡോ കഴിയുന്നതോടെ ആദ്യഘട്ടം അവസാനിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.